നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള ഈ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം നോട്ടുകൾ തയ്യാറാക്കി തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി സുരക്ഷാമിത്രം. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി സുരക്ഷാമിത്രം. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധനയ്ക്കായി വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സെക്വർ ലാൻഡ് എന്നാണ് ഓപ്പറേഷൻ സെക്വർ ലാൻഡ് എന്നാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ 25% വർദ്ധിപ്പിച്ച രാജ്യം US ആണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ 25% വർദ്ധിപ്പിച്ച രാജ്യം US. ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി സാറാ ടെണ്ടുൽക്കറാണ്. ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി സാറാ ടെണ്ടുൽക്കർ. ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയ ഗ്രാമം ധരാലി. ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന മധ്യദൂര മിസൈലുകൾ വിന്യസിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സ്വയം പ്രഖ്യാപിത മൊറട്ടോറിയം പിൻവലിച്ച രാജ്യം റഷ്യ. ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന മധ്യദൂര മിസൈലുകൾ വിന്യസിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന സ്വയം പ്രഖ്യാപിത മൊറട്ടോറിയം പിൻവലിച്ച രാജ്യം റഷ്യ. തിരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട കേസിൽ വീട്ടുതടങ്കലിലായ ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസൊനാരോ. ഏത് സംസ്ഥാനത്താണ് ഈയിടെ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടിയത്? മണിപ്പൂരിലാണ്. ഏത് സംസ്ഥാനത്താണ് ഈയിടെ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടിയത്? മണിപ്പൂർ. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടന്നത് ടിയാൻജിൻ, ചൈന. ഇതുപോലെയുള്ള കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. G7, G20 ഈ ഉച്ചകോടികൾ, അതേപോലത്തെ ഇങ്ങനത്തെ മീറ്റിങ്ങുകൾ, ബ്രിക്സിൻ്റെ മീറ്റിംഗ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. അതിൻ്റെ വേദികൾ 2025, 2024 ഈ 2 കൊല്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത്. പിന്നെ ഇന്ത്യയിൽ എന്നാണ് ഇത് നടന്നത്? ഇന്ത്യ ഭാഗമായിട്ടുള്ള സംഘടനകളിൽ ആ മീറ്റിങ്ങുകൾ എപ്പോഴാണ് നടന്നിട്ടുള്ളത്? ഇന്ത്യയിൽ വെച്ച് പ്രത്യേകിച്ച് എന്നാണ് നടന്നിട്ടുള്ളത്? അത് പ്രത്യേകം നോക്കുക. നമ്മൾ കഴിഞ്ഞ 1-2 പരീക്ഷകളിൽ നമ്മൾ കണ്ടു, ടൈം ലൈനായിട്ട് ചോദിച്ചു ഏതാണ് ആദ്യം നടന്നത്, ഇന്ത്യയിൽ വെച്ചിട്ട് G20യുടെ ആണോ ബ്രിക്സിൻ്റെ ആണോ, ഏതിൻ്റെ മീറ്റിംഗ് ആണ് നടന്നത്, എപ്പോഴാണ് നടന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 2 അക്ക സാമ്പത്തിക വളർച്ച നേടിയ ഏക സംസ്ഥാനം. 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 2 അക്ക സാമ്പത്തിക വളർച്ച നേടിയ ഏക സംസ്ഥാനം തമിഴ്നാടാണ്. മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 11.19% വളർച്ച കൈവരിച്ചു. പൊതുജനസമ്പർക്കത്തിന് വ്ളോഗർമാരെ നിയമിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം കേരളമാണ്. ദേശീയ ജാവലിൻ ദിനമായി ആചരിച്ചത് ഓഗസ്റ്റ് 7. നീരജ് ചോപ്രയുടെ 2020 ടോക്കിയോ ഒളിമ്പിക്സ് സ്വർണ്ണ നേട്ടത്തിൻ്റെ സ്മരണയ്ക്കാണ് ജാവലിൻ ദിനം ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ ജാവലിൻ ദിനം ഓഗസ്റ്റ് 7. നീരജ് ചോപ്രയെ പറ്റി പ്രത്യേകം പഠിച്ചു വയ്ക്കുക. ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യമായിട്ട് ഇൻഡിവിജ്വൽ മെഡൽ നേടിയിട്ടുള്ള ആദ്യത്തെ ആളാണ്. അത് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ആദ്യത്തെ താരമാണ് നീരജ് ചോപ്ര. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്ദേഹം ജാവലിൻ ത്രോയിലാണ് നേടിയിട്ടുള്ളത്. തൊട്ടടുത്ത ഒളിമ്പിക്സിൽ 2024 നടന്ന ഒളിമ്പിക്സിൽ അദ്ദേഹം വെള്ളി മെഡൽ നേടുകയുണ്ടായി. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചു വെച്ചോളാം. പുതിയ കേന്ദ്ര കായിക ബില്ലിൽ വരുത്തിയ ഭേദഗതി പ്രകാരം വിവരാവകാശ നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് BCCI ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡാണ് പുതിയ കേന്ദ്ര കായിക ബില്ലിൽ വരുത്തിയ ഭേദഗതി പ്രകാരം വിവരാവകാശ നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. നിപ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള സസ്യ തന്മാത്രകളെ തിരിച്ചറിഞ്ഞത് പാലക്കാട് IITയിലെ ഗവേഷകരായ ഡോക്ടർ ഗിരിധർ ലോകനാഥൻ മലർവിഴി, പ്രൊഫസർ ജഗദീഷ് ബായിരി എന്നിവരാണ്. ഈയിടെ അന്തരിച്ച അപ്പോളോ 8 ദൗത്യത്തിൻ്റെ കമാൻഡർ ജെയിംസ് ലെവനാണ്.
ജെയിംസ് ലെവൽ. ഈയിടെ അന്തരിച്ച അപ്പോളോ 8 ദൗത്യത്തിൻ്റെ കമാൻഡർ ജെയിംസ് ലെവൽ. ചന്ദ്രനിൽ പോയ ആദ്യ ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളാണ് ജെയിംസ് ലെവൽ. ദെൻ രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വരുന്നത്. രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വരുന്നത് കൊച്ചി ഇൻഫോ പാർക്കിലാണ്. കൊച്ചി ഇൻഫോ പാർക്ക്. ദെൻ ഇരവികുളം വന്യജീവി സങ്കേതത്തിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും സംയുക്തമായി നടത്തിയ സെൻസസ് പ്രകാരം ആകെ വരയാടുകളുടെ എണ്ണം അഥവാ വരയാടുകളുടെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി താർ എന്നത്. പ്രത്യേകം പഠിച്ചു വെച്ചോളാം. നമ്മുടെ പരീക്ഷയുടെ ഒരു റിപ്പീറ്റഡ് ചോദ്യമാണത്. വരയാടുകളെ കാണുന്ന ദേശീയോദ്യാനം നമ്മുടെ ചോദിക്കുക, അത് ഇരവികുളമാണ്. അപ്പോൾ ഇരവികുളം വന്യജീവി സങ്കേതത്തിൻ്റെ വന്യജീവി സങ്കേതമാണ്. വന്യജീവി സങ്കേതത്തിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും സംയുക്തമായി നടത്തിയ സെൻസസ് പ്രകാരം ആകെ വരയാടുകളുടെ എണ്ണം 2668. ഈ എണ്ണം ഒന്നും ചിലപ്പോൾ ചോദിച്ചു എന്ന് വരില്ല, പക്ഷേ വരയാടുകളെ പറ്റി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ചോദിക്കാം. എവിടെയാണ് കൂടുതലായിട്ട് കാണുക, ഏത് ജില്ലയിലാണ് കൂടുതലായിട്ട് കാണുക, അതുപോലെ ഏത് ദേശീയോദ്യാനത്തിൽ അഥവാ ഏത് വന്യജീവി സങ്കേതത്തിലാണ് കൂടുതലായിട്ട് കാണുക, ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് വരും. അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ദെൻ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരം ഡൽഹി നിയമസഭ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരമാണ് ഡൽഹി നിയമസഭ. ദെൻ പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ലഭിച്ചത്. പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ലഭിച്ചത് അഡേമോള എ അഡൻലെ. ദെൻ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിൻ്റെ റാങ്ക്. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിൻ്റെ റാങ്ക് 19ആണ്. ഡൽഹിക്കാണ് ഒന്നാം സ്ഥാനം. ദെൻ കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവിൻ്റെ പേര് സ്വം എന്നാണ്. സ്വം. കേരളത്തിലെ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവിൻ്റെ പേര് സ്വം. വേൾഡ് എയർ ട്രാൻസ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് 2024 കണക്കുകൾ അനുസരിച്ച് ആഗോള വ്യോമയാന വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം. വേൾഡ് എയർ ട്രാൻസ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് 2024 കണക്കുകൾ അനുസരിച്ച് ആഗോള വ്യോമയാന വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം 5-ാം സ്ഥാനമാണ്. 5-ാം സ്ഥാനം. ദെൻ അവസാനത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഗ്പൂരിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്കണവാടിയല്ല, അങ്കണവാടിയാണ്. അപ്പോൾ മലയാളത്തിലൊരു ചോദ്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്കണവാടിയാണ് ശരിയായിട്ടുള്ള ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറണ്ട് അഫെയർ ചോദ്യങ്ങൾ അതുപോലെ തന്നെ ചോദിച്ചോളണം എന്നില്ല, അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളാവും ചോദിക്കാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയും US തമ്മിലുള്ള ബന്ധം തീരുവ പ്രശ്നം കാരണം ചെറുതായിട്ട് വഷളായി നിൽക്കുകയാണ്. അപ്പോൾ US ബാധിക്കണ മറ്റ് കാര്യങ്ങൾ, ഇന്ത്യയും US തമ്മിലുണ്ടാക്കിയ എഗ്രിമെൻറ്റുകൾ, അതുപോലെ തന്നെ ഇന്ത്യയും US തമ്മിൽ ഒപ്പിട്ടുള്ള കരാറുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. അതേപോലെ വിദേശ കാര്യത്തിൽ ഇന്ത്യ അതിന് പകരം റഷ്യയുമായിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്, റഷ്യയുമായിട്ട് എന്ത് കരാറാണ് ഒപ്പിട്ടിട്ടുള്ളത്, റഷ്യയിൽ നിന്ന് എന്ത് വാങ്ങി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് മണിപ്പൂരിൻ്റെ ഒരു ചോദ്യം വന്നു അല്ലേ, രാഷ്ട്രപതി ഭരണം എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം എക്സ്റ്റെൻഡ് ചെയ്തത് എന്നാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് എന്നൊരു ചോദ്യം വരാം. ഇനി രാഷ്ട്രപതി ഭരണത്തെ പറ്റി മറ്റൊരു ചോദ്യം വരാം. കേരളത്തിൽ എന്നൊക്കെ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ട്, കേരളത്തിൽ അവസാനം വന്നത് എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. കറണ്ട് അഫെയർ അപ്പർ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മുടെ സ്റ്റാറ്റിക് GKയിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടാണ് മിക്കവാറും ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യത. അതുകൊണ്ട് നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിക്കുക. ഈ ചോദ്യങ്ങൾ മാത്രമല്ല, അതുമായി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നോക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.